ഹലോ ഗായ്സ്, നല്ല കിണ്ണം കാച്ചി മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് കഴിക്കുന്നതിന് മുന്നേ പറയുന്നത് അമ്മ ഉണ്ടാക്കിയത് കൊണ്ടാണ്. കാരണം അമ്മ ഇതിലൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങനെ തന്നെ പറയുന്നത്. ഇത് നാട്ടുമാങ്ങ അമ്മ ഇന്നലെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഒറിജിനൽ നാട്ടുമാങ്ങ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറുതായിരിക്കും. അത് നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല മധുരമായിരിക്കും, നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ. നമുക്ക് അടുക്കളയിൽ വെച്ചാൽ അത് മൊത്തം എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കോളും ആ സ്മെൽ. അത്രയും സ്മെല്ലാണ് നാട്ടുമാങ്ങയുടെ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെള്ളത്തിൽ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ തേങ്ങ അരപ്പാണ് റെഡിയാക്കേണ്ടത്. തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് 1.5 മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ചേർക്കുന്നത് തൈരാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അങ്ങനെ തൈര് നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. പക്ഷേ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, പാക്കറ്റ് തൈര് വാങ്ങിച്ചാണ്. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് ചേർക്കാം. നമുക്ക് അത്യാവശ്യം പുളി വേണ്ടതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി ചേർക്കാവുന്നതാണ് കേട്ടോ തൈര്. ഇനി അടുത്തത് തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സിങ് ആണല്ലോ മെയിൻ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മിക്സിങ് ആണ് മെയിൻ. അങ്ങനെ അമ്മ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തിളയ്ക്കാനായിട്ടൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. ഓവർ അങ്ങനെ തിളയ്ക്കാനായിട്ട് പാടില്ല. അപ്പം തിള വന്ന സമയത്ത് നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് വറവിടാണ് വേണ്ടത്. നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളക് പൊടിയും ഉലുവപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കറിയിൽ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നാടൻ കുരുമുളകാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ ഉലുവപ്പൊടിയും കൂടെ അമ്മ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തവിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കടുക് പൊട്ടിച്ചു. അതിനുശേഷം നമുക്ക് വറ്റൽമുളകാണ് വേണ്ടത്. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളക് അത്യാവശ്യം നല്ലൊരു ബ്രൗണിഷ് ഒരു നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് നന്നായിട്ടൊന്ന് ഒരു പൊട്ടുന്ന രീതിയിൽ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ആ രീതിയിൽ വരണം കേട്ടോ. നന്നായിട്ടൊന്ന് വറവായിട്ട് വരണം. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. ചിലവരൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക മാത്രം. നമ്മളിവിടെ നന്നായിട്ട് എന്താ പറയുക, കടിച്ചാൽ നല്ല ഒരു ക്രിസ്പിനെസ് ഒക്കെ വരില്ലേ, അതുപോലെ നമ്മൾ ആക്കിയെടുക്കാറുണ്ട്. അതാണ് നല്ല ടേസ്റ്റ്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ്. വാങ്ങി വെച്ച കറിയിലോട്ട് നമ്മൾ ഈ വറവ് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അമ്മ ഇത് രാവിലെ ഉണ്ടാക്കിയാണ്. ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്കിതിങ്ങനെ വീഡിയോ എടുക്കുന്ന വെച്ചാൽ എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടിയാൽ കഴിക്കുക എന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.